ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ഓലൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ രുചികരമായ ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വൻപയറും നമ്മുടെ കുമ്പളങ്ങയും കൂടിയാണ് കേട്ടോ ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പയർ വെന്ത് കിട്ടും. കുമ്പളങ്ങയും പയറും കൂടി ഒന്നിച്ചിട്ട് വേവിക്കരുത്. കാരണം അറിയാലോ, പയറിന് കുറച്ച് വേവ് കൂടുതലും കുമ്പളങ്ങയ്ക്ക് വേവ് കുറവുമാണ്. അപ്പോൾ വെന്തുടയാൻ പാടില്ല ഒന്നും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പകുതി, നല്ലോണം വേവിക്കണ്ട പയർ, ഒരു പകുതി ഒരു വിസിലടിച്ചാൽ മതിയാവും. കാരണം നമ്മൾ കുതിർത്തിയതായതുകൊണ്ട് ഒരു വിസിലടിച്ചിട്ട് പയർ വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ നമ്മൾ ഓലന് മുറിക്കുമ്പോൾ എപ്പോഴും കനം കുറച്ച് അരിയണം. അങ്ങനെ കനം സ്ലൈസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അധികം കനം പാടില്ല. സാമ്പാറിനും അതുപോലെ മോര് കറിക്കൊന്നും മുറിക്കും പോലെയല്ല നമ്മുടെ ഓലന് മുറിക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയണം കേട്ടോ. ഓലൻ വയ്ക്കാൻ അറിയാത്തവരൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷേ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിലാണ് നമ്മുടെ കുമ്പളങ്ങയും പയറൊക്കെ നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുമ്പളങ്ങയുടെ കഷ്ണം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഓലൻ വെക്കാൻ അറിയാത്തവരൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷേ പല രീതിയിലായിരിക്കുമല്ലോ വെക്കുന്നുണ്ടാവുക. അപ്പോൾ കുമ്പളങ്ങയിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ 2ാം പാലിലാണ് നമ്മൾ ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പയറിൽ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുമ്പളങ്ങയിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കഷ്ണത്തിലേക്കൊന്നും ഉപ്പ് പിടിക്കില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ളൊരു ഓലനായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണം മതിയാവും. ഓലനൊന്നും അധികം എരിവുണ്ടാവില്ല. എരിവ് അധികം പാടില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. കുമ്പളങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടും. കാരണം നമ്മൾ കനം കുറച്ചിട്ടുമാണല്ലോ അരിഞ്ഞിരിക്കുന്നത്. അതാ കുമ്പളങ്ങയൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. പകുതിയല്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച പയർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അത്രയേ ഉള്ളൂ. പയർ പാകത്തിന് വേവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുമ്പളങ്ങയിൽ ചേർക്കാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പകുതി വേവിച്ച് വെച്ച നമ്മുടെ വെള്ളപ്പയറും കുമ്പളങ്ങയും കൂടി ഈ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളപ്പയർ. അപ്പം ഞാൻ അധികം ഉടയണ്ട വെച്ചിട്ടേ, കഷ്ണങ്ങൾ അധികം ഉടയാൻ പാടില്ല. വെന്തുടയരുത്. ഇങ്ങനെ ആവാൻ പാടുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഓലം ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ മതി. 2 കഷ്ണങ്ങളും വെന്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടിയിൽ കിടന്ന് കഷ്ണങ്ങൾ തിളയ്ക്കുകയാണ്. ഓഫാക്കിയതിന് ശേഷമാണ് നമ്മുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ. 1ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ കറി ഗ്യാസ് കത്തിച്ച് തിളപ്പിക്കരുത്. 1ാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറേ വേണമെങ്കിൽ ഒന്നുകൂടി തിളപ്പിച്ച് നമ്മുടെ വെള്ളം വറ്റിയതിന് ശേഷം 1ാം പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഇരുന്ന് തനിയെ വറ്റിക്കോളും, കുഴപ്പമില്ല. അത് കുറച്ച് നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും അത് വറ്റിക്കോളും. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. മറക്കരുത്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഇവിടെ രുചികരമായ ഓലൻ റെഡിയായി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഓണത്തിന് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കണ്ടില്ലേ? നമ്മുടെ തേങ്ങാപ്പാലായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ കുറുകി വരും. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ. നല്ലൊരു വിഭവമായി നാളെ കാണുന്നവരേക്കും ബൈ.